ഞാൻ വെള്ളാപ്പള്ളിയാണെങ്കിൽ മലബാറിലെ PC ജോർജ് അല്ലേ PV അൻവർ? വെള്ളാപ്പള്ളി ആരാണ്? അദ്ദേഹം കോടീശ്വരനല്ലേ? PV അൻവറിനല്ലേ വെള്ളാപ്പള്ളിയോടൊക്കെ കടപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അൻവറിനെ പോലെ ഒന്നും പിന്നെ എനിക്ക് ആഫ്രിക്കയിലൊന്നും പോയിട്ട് പിന്നെ ഖനനം ചെയ്ത് സ്വർണ്ണമൊന്നും എടുക്കാനുള്ള പ്രാപ്തി ഇല്ല. അല്ല, എനിക്ക് തൊഴിലുണ്ടായിരുന്നല്ലോ. ഞാൻ 12.25 വർഷം കോളേജ് അധ്യാപകനായിരുന്നു. എനിക്ക് പിന്നെ തൊഴിലും കൂലിയും വേലയും ഒക്കെ ഉണ്ട്. ഞാൻ MLA ആയാൽ പിന്നെ കോളേജ് ലെക്ചറായിട്ട് ജോലി ചെയ്യാൻ പറ്റൂല്ലോ. അതുകൊണ്ട് ലീവ് എടുത്തതായിരുന്നു. 56 വയസ്സായപ്പോൾ റിട്ടയർ ചെയ്തു. ആ പൈസയും കൂടി ആ 12.25 വർഷത്തെ പെൻഷൻ എങ്ങനെയെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സർക്കാരിന് ഇപ്പോൾ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ജോലി, MLA എന്നുള്ള നിലയിൽ ജോലി. അൻവറിനെ പോലെ ഒന്നും പിന്നെ എനിക്ക് ആഫ്രിക്കയിലൊന്നും പോയിട്ട് പിന്നെ ഖനനം ചെയ്ത് സ്വർണ്ണമൊന്നും എടുക്കാനുള്ള പ്രാപ്തി ഇല്ല. നമ്മളിപ്പോൾ അവനവനക്ക് കഴിയുന്ന കാര്യമല്ലേ പറയാം. ഇപ്പം ഞാൻ എഴുതുന്നത് പോലെ ഞാൻ 13 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അൻവറിന് അതുപോലെ എഴുതാൻ പറ്റുമോ? ഞാൻ പ്രസംഗിക്കാറുണ്ട്, സെമിനാറുകളിലും ഒക്കെ പോയി പ്രസംഗിക്കാറുണ്ട്. ഞാൻ പ്രസംഗിക്കണമാതിരി അൻവറിന് പ്രസംഗിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അൻവർ പ്രസംഗിക്കണമാതിരി എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? അൻവറിനെ പോലെ, അൻവറിൻ്റെ വാപ്പ എന്നൊക്കെ പറഞ്ഞത് വലിയ അവിടുത്തെ പ്രമാണിയായിരുന്നു. 100 കണക്കിന് ഏക്കർ സ്ഥലത്തിൻ്റെ ഉടമയായിരുന്നു. എൻ്റെ വാപ്പ കൂരിപ്പറമ്പിൽ തെക്കുംപാട്ട് കുഞ്ഞോയമാജി ആകെ ഒരു 10, 50, 60 സെൻറ്റ് സ്ഥലമാണ് ഞങ്ങൾക്ക് ആകെ ഉള്ളത്, കുടുംബസ്വത്ത്. അങ്ങനെയുള്ള എനിക്ക് ആഫ്രിക്കയിൽ പോയിട്ട് നമ്മളെ ഈ നാട്ടിൽ പോലും ഒരു മുറുക്കാൻകട തുടങ്ങാൻ പറ്റൂല. പിന്നെ എന്നൊരു വെള്ളാപ്പള്ളിയാണെന്നെന്തോ പറഞ്ഞോ? മലബാറിലെ വെള്ളാപ്പള്ളി, മലബാറിലെ PC ജോർജ് അല്ലേ PV അൻവർ? ഞാൻ വെള്ളാപ്പള്ളിയാണെങ്കിൽ മലബാറിലെ PC ജോർജ് അല്ലേ PV അൻവർ? ഞാൻ അൻവറിനെ കുറിച്ചൊന്നും ഒന്നും പറയണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. മലബാറിലെ വെള്ളാപ്പള്ളി അങ്ങാണെന്ന് അങ്ങ് സമ്മതിക്കുന്നു? അല്ല, അങ്ങ് സമ്മതിക്കല്ല, പറഞ്ഞ നിലക്ക് പറഞ്ഞു എന്ന് മാത്രം. ഓരോരുത്തരും ആരാണ് എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാമല്ലോ. വെള്ളാപ്പള്ളി ആരാണ്? അദ്ദേഹം കോടീശ്വരനല്ലേ? PV അൻവറിനല്ലേ വെള്ളാപ്പള്ളിയോടൊക്കെ കടപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അദ്ദേഹം കോടീശ്വരനാണ്. PV അൻവറും കോടീശ്വരനാണ് എന്നാണ് പറയുന്നത്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ പ്രതികരിക്കേണ്ടതുപോലെ ഞാൻ പ്രതികരിച്ചിരുന്നു. എന്താണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിനെതിരായി ഒരു പ്രസ്താവന പുറപ്പെടുവിക്കാതിരുന്നത്? ലീഗിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഒരു യോഗം കൂടിയിട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം, സാധാരണ മുസ്ലിം സമുദായവുമായി മലപ്പുറം ജില്ലയുമായി ഒക്കെ ബന്ധപ്പെടുന്ന അത്ര വലിയ പ്രശ്നങ്ങളായിരുന്നെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഒരു പ്രമേയം പാസ്സാക്കൂലേ, ഒരു പ്രസ്താവന പുറപ്പെടുവിക്കൂലേ? ഇത് ഏതെങ്കിലും ഭാഗത്ത് ആരെങ്കിലും വല്ല കല്യാണത്തിനേറ്റ് പോകുമ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ അവരെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ എന്തെങ്കിലും പറയാ എന്നല്ലാതെ സംഘടന ഒരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞോ? വെള്ളാപ്പള്ളി നടേശൻ പൊളിറ്റിക്കലായി മുസ്ലിം ലീഗിനെയാണ് വിമർശിച്ചത്.